അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ പോയാൽ ദാരിദ്ര്യം വലിച്ചു വരുത്തുന്ന പല കാര്യങ്ങളും മഹാന്മാരായ ഇമാമികൾ അവരുടെ കിതാബുകളിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ നിന്ന് ഏതാനും ചിലത് നമ്മളൊന്ന് വായിച്ച് പെട്ടെന്ന് പഠിക്കാം. ഒന്ന്, തെറ്റുകളിൽ അഭിരമിക്കുക. തെറ്റിനെ കൂസലുമില്ലാതെ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ അവന് അള്ളാഹു തആല ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും. മറ്റൊന്ന്, നിസ്കാരത്തെ നിസ്സാരമായി കാണുന്ന അവസ്ഥ, പ്രത്യേകിച്ച് ജമാഅത്തിൻ്റെ വിഷയങ്ങൾ ശ്രദ്ധിക്കാതെ നിസ്കാരത്തെ വേണ്ട പോലെ ഗൗരവം കാണിക്കാത്ത അവസ്ഥ. അതുപോലെ തന്നെ വ്യഭിചാരം ചെയ്യുന്നവനാണെങ്കിൽ അള്ളാഹു തആല അവനെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും. അതുപോലെ തന്നെ വ്യഭിചരിക്കുക മാത്രമല്ല, അതിനെ സ്റ്റാറ്റസ് വെച്ച് അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ഒരു ദുരവസ്ഥ, അതുമൂലവും അള്ളാഹു തആല അവനെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ പലിശയുമായി ഇടപെടുന്ന ഒരു വ്യക്തിയാണോ അവരെയും അള്ളാഹു തആല നിരന്തരമായി ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും. അതുപോലെ കളവ് പറയുക, ഒരു വ്യക്തി കളവ് പറയുന്ന വ്യക്തിയാണോ എന്നാൽ അല്ലാഹു തആല അവനെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും. അതുപോലെ മറ്റൊരു പ്രശ്നമാണ് കാറ്റിനെ ചീത്ത പറയുക. അതുപോലെ സുബഹി സമയത്തുള്ള ഉറക്ക്, ആ ഉറക്ക് മൂലവും അവന് ദാരിദ്ര്യം വന്നു ഭവിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുപോലെ തന്നെ പക്ഷികളെ വെച്ച് കളിക്കുക, പക്ഷികളെ വളർത്തുക, പക്ഷികളുമായിട്ട് ചങ്ങാത്തം കൂടുക, കളിക്കുക, അതൊക്കെ ദാരിദ്ര്യം വരുത്തുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഖലായിലേക്ക് പ്രവേശിക്കുമ്പോൾ, ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വലതുകാല് വെച്ച് പ്രവേശിക്കുക, അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇടതുകാല് മുന്തിച്ച് അവൻ പുറത്തേക്ക് വരിക, ഇതുമൂലമൊക്കെ ദാരിദ്ര്യം അവന് വലിച്ചു വരുത്തും. അതുപോലെ തന്നെ ജനങ്ങളോട് ഒരു ആവശ്യമില്ലെങ്കിലും ആളുകളോട് പോയി യാചിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെറുതെയെങ്കിലും ആളുകളോട് ചോദിക്കുന്ന ഒരു അവസ്ഥ. അതേപോലെ തന്നെ ആവശ്യ വസ്തുക്കളെ പൂഴ്ത്തി വെക്കുക, അരി പോലത്തെ വസ്തുക്കളെ ആവശ്യ സമയങ്ങളിൽ പുറത്തെടുക്കാതെ അവകളെ പൂഴ്ത്തി വെക്കുന്ന അവസ്ഥ, ഇതുമൂലമൊക്കെ ദാരിദ്ര്യമുണ്ടാകുമത്രേ. അതുപോലെ ചിരി വർദ്ധിപ്പിക്കുക, ധാരാളമായി വെറുതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക, അതുമൂലവും ദാരിദ്ര്യം ഉണ്ടാകും. അതുപോലെ മാതാപിതാക്കൾക്ക് മക്കൾക്ക് വേണ്ടി ഷർറ് കൊണ്ട് ദുആ ചെയ്യുക, മക്കൾ അങ്ങനെ ആയിപ്പോകട്ടെ ഇങ്ങനെ ആയിപ്പോകട്ടെ എന്നൊക്കെ ദുആ ചെയ്യുക, അതുമൂലവും ദാരിദ്ര്യം അവന് എത്തിച്ചേരും. അതുപോലെ അവൻ്റെ കുടുംബക്കാർക്ക് ഷർറിന് വേണ്ടി ദുആ ചെയ്യുക, ഇതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാണ്. അതുപോലെ ഖൈറായ ആളുകൾ, വലിയ വലിയ ഖൈറിൻ്റെ അഹ്ലുകാർ ഷർറിൻ്റെ അഹ്ലുകാരെ ഇഷ്ടപ്പെടുക. അതുപോലെ വായ കൊണ്ട് കടിച്ച് നഖങ്ങളെ മുറിക്കുക. അതുപോലെ വീട്ടിൽ റൊട്ടിയോ മറ്റോ ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ അവശിഷ്ടങ്ങൾ വെറുതെ അങ്ങ് നിലത്തിടുക. അതുപോലെ തന്നെ ബാത്റൂമിൽ നൂറ് കൊണ്ട് തേക്കുക. അതുപോലെ നഗ്നനായിട്ട് ഉറങ്ങുക, പൂർണ്ണമായും നഗ്നനായിട്ട് മൂത്രമൊഴിക്കുക. ഒരുത്തൻ ജനാപത്തുകാരനായിരിക്കെ ഭക്ഷണം കഴിക്കുക. അതുപോലെ മറ്റ് പാനീയങ്ങൾ കുടിക്കുക. അതുപോലെ ഭക്ഷണം സുപ്പറയിൽ വെച്ചിരിക്കെ അവിടെ നിന്ന് നിസ്സാരമാക്കുക, ഭക്ഷണത്തെ നിസ്സാരമായി കാണുക. അതുപോലെ ഉള്ളിയുടെ തോലിനെ കരിച്ചു കളയുക, ഉള്ളിയെ കരിച്ചു കളയുക തുടങ്ങിയ കാര്യങ്ങളെ കൊണ്ടൊക്കെ ദാരിദ്ര്യം അവന് വന്നു തരും. വീട് രാത്രിയിൽ അടിക്കുക, അല്ലെങ്കിൽ അവൻ താമസിക്കുന്ന ആ സ്ഥലത്തെ രാത്രിയിൽ അടിക്കുക. അതുപോലെ അടിച്ചു വെച്ച കാഷ്ടത്തെ അവിടെ ഉപേക്ഷിക്കുക, വീട്ടിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മൂലക്ക് ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ മണ്ണ് കൊണ്ടോ അല്ലെങ്കിൽ മണ്ണ് പൊടി പോലത്തത് കൊണ്ട് കൈകൾ കഴുകുക. അതേപോലെ തന്നെ ഉമ്മരപ്പടിയിലിരിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടും ദാരിദ്ര്യം അവൻ നേരിടേണ്ടി വരും. അതുപോലെ മറ്റൊരു കാര്യമാണ് അവൻ കുളിമുറിയിൽ പോയി അവിടെ ടോയ്ലറ്റിൽ പോയിട്ട് അവൻ വുളൂ ചെയ്യുക. അതുപോലെ തന്നെ വസ്ത്രം അവൻ്റെ ശരീരത്തിലിരിക്കെ അവൻ തുന്നുക, തുണിക്കോന്തല കൊണ്ട് അവൻ്റെ മുഖത്തെ തുടക്കുക. അതുപോലെ വീട്ടിൽ കള്ളസത്യം ചെയ്യുന്ന പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ അവർ മനസ്സിലാക്കേണ്ടത് അതുമൂലവും അല്ലാഹു തആല അവനെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും എന്ന് കിതാബുകളിൽ മഹാന്മാർ എഴുതി വയ്ക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ്, ഒരുത്തൻ നഖം വളർത്തുന്നു എങ്കിൽ, നഖത്തെ വല്ലാതെ നീണ്ട് വളർത്തുന്നു ഒരു മോശത്തരായ രൂപത്തിൽ, അത്രത്തോളം അവൻ നീട്ടി വളർത്തുന്നു എങ്കിൽ അവൻ സൂക്ഷിക്കണം. അവൻ്റെ ജീവിതത്തിൽ അല്ലാഹു തആല ദാരിദ്ര്യം കൊടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അല്ലാഹു തആല നമ്മെ ദാരിദ്ര്യങ്ങളിൽ നിന്നൊക്കെ നമ്മെ കാത്തു സലാമത്ത് ചെയ്യട്ടെ. ഒരുപാട് കാര്യങ്ങൾ ദാരിദ്ര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ വീഡിയോസും ഈ ചാനലിലുള്ള മറ്റുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്.
പഠിക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും അത്തരം കാര്യങ്ങളെ മാറ്റി നിർത്താവുന്നതാണ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.